സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡാണ്. ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഇൻകം ഫ്രം സാലറി പഠിച്ചു, ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചു, ശരിയല്ലേ? അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 5 ഹെഡ്സിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഹെഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതാണ് ആ ഹെഡ്? ഇൻകം ഫ്രം സാലറി, ശരിയല്ലേ? രണ്ടാമത് നമ്മൾ പഠിച്ചു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത പോർഷനാണ്. മൂന്നാമത്തെ ഹെഡാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ, ഏതാണ് ആ ഹെഡ്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ പറയുന്ന ഹെഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡ് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 28 മുതൽ 44D വരെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 മുതൽ 44 വരെയുള്ള സെക്ഷനിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കേ, ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് 2017 നവംബർ 29 നടന്ന HSST കോമേഴ്സ് ജൂനിയർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അണ്ടർ സെക്ഷൻ 44AB സ്പെസിഫൈഡ് ഡേറ്റ് മീൻസ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്ഷൻ 28 മുതൽ സെക്ഷൻ 44D വരെയുള്ള സെക്ഷൻ ഏത് ഹെഡായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, സെക്ഷൻ 44AB പ്രകാരം സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഡേറ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. HSST ജൂനിയർ 2017 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്ക. നമ്മൾ ഈ ക്ലാസ്സിന്റെ അവസാനം എന്ത് ചെയ്യും? ഈ ക്ലാസ്സിലൂടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻ. ആനുവൽ പബ്ലിക്കേഷൻ അല്ലാണ്ടെയുള്ള ബുക്സുകളുടെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോളൂ. 25 ആണോ, 100 ആണോ, 10 ആണോ, 60 ആണോ എന്നാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. സെയിം ഈ ക്വസ്റ്റ്യനും 2017 HSST കോമേഴ്സ് ജൂനിയറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന PSC ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തേക്കുന്നത്? പ്രീവിയസ് ഇയേഴ്സിൽ എന്ത് ചെയ്തേക്കുന്നത്? ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പോർഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 28 മുതൽ 44D വരെയുള്ള സെക്ഷനിലാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡ് എന്ത് ചെയ്തേക്കുന്നത്? ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, സെക്ഷൻ 28 to 44D 28 മുതൽ 44D വരെ ഉള്ളത് ഏത് ആക്ടിന്റെ? ഇൻകം ടാക്സ് ആക്ടിന്റെ 1961 ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 മുതൽ 44D വരെ ഉള്ള ഹെഡിനിലാണ് എന്ത് ചെയ്തേക്കുന്നത്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, എല്ലാ അസസികളെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷനിൽ നിന്നോ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സിന് വിധേയമാക്കുന്നത്. ഫോർ എവറി അസസി പ്രോഫിറ്റ് ഫ്രം ഓൺ ബിസിനസ്, എല്ലാ അസസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്, അതോടൊപ്പം തന്നെ സ്വന്തം പ്രൊഫഷനിൽ നിന്ന് ഇവർ ഏൺ ചെയ്യുന്ന ഗെയിൻ. ഓക്കെയാണ്. ഈ 2 കാര്യങ്ങളാണ് എവിടെ അസസ് ചെയ്യുന്നത്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ അസസ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറയുന്നു, ഏതൊരു അസസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിസിനസ്സിൽ നിന്നോ അതോടൊപ്പം തന്നെ ഓൺ പ്രൊഫഷനിൽ നിന്നോ എന്തെങ്കിലും ഗെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗെയിൻ ആണ് ഏത് ഹെഡിൽ ടാക്സബിൾ ആകുന്നത്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ടാക്സബിൾ ആവുന്നത്. ഓക്കെ ആണ്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ എന്ത് ചെയ്യുന്നത്? ടാക്സബിൾ ആവുന്നത്. ഇനി സെക്ഷൻ 28 പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 പ്രകാരം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷാൽ ബി ചാർജ്ഡ് ടു ഇൻകം ടാക്സ്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിന്റെ ഇൻകത്തിൽ
ഇനത്തിലാണ് അസസ്മെന്റ് ഇയറിൽ എന്ത് നൽകേണ്ടത്? ടാക്സ് നൽകേണ്ടത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 പ്രകാരം, ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 28 പ്രകാരം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ക്യാരിഡ് ഔട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ഇൻകമോ ഗെയിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് എന്തിന് വിധേയമാക്കുന്നത്? ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ്, ടാക്സിന് വിധേയമാക്കുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെയാണ്? സെക്ഷൻ 28 മുതൽ 44D വരെ ഉള്ള സെക്ഷൻസിലാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഏതൊരു അസസിയെ സംബന്ധിച്ചിടത്തോളം ഓൺ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിനും ഓൺ പ്രൊഫഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഗെയിനുമാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മൾ പറഞ്ഞു സെക്ഷൻ 28 പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 പ്രകാരം പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുള്ള, പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ നിന്നുള്ള ഇൻകത്തിനും അതോടൊപ്പം പ്രൊഫഷനിൽ നിന്നുള്ള ഗെയിനിനുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇയറിൽ ടാക്സ് ചെയ്യുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പം ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പറയുന്നു, നമ്മൾ ബിസിനസ് എന്നും പ്രൊഫഷൻ എന്നും രണ്ട് വേർഡുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഹെഡിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ഓക്കെ ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 നമ്മുടെ ബിസിനസ് എന്താണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 13, ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 13. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരമാണ് എന്ത് ചെയ്തേക്കുന്നത്? ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ബിസിനസിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കിയേ. ബിസിനസ് മീൻസ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓർ മാനുഫാക്ചർ ഓഫ് എ കമ്മോഡിറ്റി വിത്ത് എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് എയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് എന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസിന് നൽകിയിരിക്കുന്ന നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ എന്റെ കൂടെ. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 എന്ത് ചെയ്തിരിക്കുന്നത്? ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിസിനസിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബിസിനസ് മീൻസ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓർ മാനുഫാക്ചർ ഓഫ് എ കമ്മോഡിറ്റി വിത്ത് എ വ്യൂ ടു മേക്ക് എ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ്. മറന്നു പോകരുത്. ഇനി നമ്മൾ പ്രൊഫഷനിലേക്ക് പോവുകയാണ്. പ്രൊഫഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 36 പ്രകാരമാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 36 പ്രകാരമാണ് പ്രൊഫഷൻ എന്ത് കൊടുത്തിരിക്കുന്നത്? ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ബിസിനസിന്റെ ഡെഫിനിഷൻ മറക്കണ്ട. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ആണ്. അപ്പോ പ്രൊഫഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 36 ആണ്. അതിൽ എന്താണ് പ്രൊഫഷനെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് പ്രൊഫഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. Profession means the activities for earning livelihood which require intellectual skill or manual skill. നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ലിവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ ഇന്റലക്ച്വൽ സ്കില്ലോ മാനുവൽ സ്കില്ലോ യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെയാണ്, ഇന്റലക്ച്വൽ സ്കില്ലോ മാനുവൽ സ്കില്ലോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഏണിങ്സ് ലിവ്ലിഹുഡ് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷൻ. എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷൻ. അതായത് എൻ്റെ സ്വന്തം ബുദ്ധിയും സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടി ഏണിങ്സ് ഉണ്ടാക്കുന്നു എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷൻ എന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 36 എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷൻ എക്സാമ്പിൾസ് നോക്കിയേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, പ്രൊഫഷൻ നോക്കിയേ. ദ വർക്ക് ഓഫ് എ ലോയർ. ഓക്കെ ആണ്, ഒരു ലോയറിന്റെ വർക്ക്. അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റിന്റെ വർക്ക്. അതിന് സ്പെസിഫിക് ആയിട്ട് സ്കില്ല് വേണം, ശരിയല്ലേ? ഒരു സ്കിൽ ഉണ്ടാവണം. ആ സ്കിൽ ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റൂ? വക്കീൽ അല്ലെങ്കിൽ ലോയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് വിളിക്കാൻ പറ്റൂ. അങ്ങനെ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് അയാൾ ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇന്റലക്ച്വൽ സ്കില്ലും മാനുവൽ സ്കില്ലും ഉണ്ടാകണം, ശരിയല്ലേ? നമ്മൾ പണ്ട് മാനേജ്മെന്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനകത്ത് പ്രൊഫഷന് വേണ്ടുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കേ. ലോയർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അതോടൊപ്പം ഓഡിറ്റർ അല്ലെ? ഓഡിറ്ററിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇന്റലക്ച്വൽ സ്കില്ലും മാനുവൽ സ്കില്ലും പ്രൊഫഷണൽ സ്കില്ലും ഒക്കെ വേണം. അപ്പോൾ ഇതിനെയൊക്കെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രൊഫഷൻ എന്നറിയപ്പെടുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, സെക്ഷൻ 2 സബ്സെക്ഷൻ 36 എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? പ്രൊഫഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റലക്ച്വൽ സ്കില്ലും മാനുവൽ സ്കില്ലും യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അയാളുടെ ലിവ്ലിഹുഡിന് വേണ്ടി ഏർണിങ്സ് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എക്സാമ്പിൾസ് ആണ് ലോയർ, ഡോക്ടർ, ഓഡിറ്റർ, എക്സെട്ര. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രൊഫഷൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലോയർ, ഡോക്ടർ, ഓഡിറ്റേഴ്സ്, എക്സെട്ര. സോ ഇതാണ് ബിസിനസിന്റെയും പ്രൊഫഷന്റെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ 2 സബ്സെക്ഷൻ 13. പ്രൊഫഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 36. മേ ബി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇൻകം ടാക്സ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് ബിസിനസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ പ്രൊഫഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷനിലെന്നും എന്ത് വരാം? ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോകാം. നോക്കിക്കേ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏറ്റവും ഈ ഭാഗത്തിലെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ്. നമുക്കറിയാം ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇൻകം എന്ന് പറയുന്നു. അപ്പോൾ ആ ബിസിനസ് ഇൻകം നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എങ്ങനെ നമുക്ക് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം? നമ്മളെല്ലാം അക്കൗണ്ടൻസി അറിയാവുന്നവരാണ് അല്ലേ? അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചവരാണ് അല്ലെ? P&L അക്കൗണ്ട് അറിയാം, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് അറിയാം അല്ലെ? ഇനി ചില കാര്യങ്ങളിൽ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ പാലിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസും രണ്ടായി നിൽക്കുന്നു. ഓക്കെ ആണ്? നമ്മൾ അക്കൗണ്ട്സിൽ പഠിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്, പക്ഷേ ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസസിൽ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട്, നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. സോ വി ആർ മൂവിങ് ടു കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ്. എങ്ങനെ നമുക്ക് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, the profit for taxation purpose is different from net profit as disclosed by the profit and loss account. ഇതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റും ഇൻകം ടാക്സിന്റെ പ്രോഫിറ്റും രണ്ടാണ്. നോക്കേ, ദ പ്രോഫിറ്റ് ഫോർ ടാക്സേഷൻ പർപ്പസ്. ഒരു അസസിയെ നമ്മൾ ടാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റും ടാക്സേഷൻ പർപ്പസസിന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റും ഇറ്റ് ഈസ് ഡിഫറെന്റ്. രണ്ടാണ്. ദ പ്രോഫിറ്റ് ഫോർ ടാക്സേഷൻ പർപ്പസ് ഈസ് ഡിഫറെന്റ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആസ് ഡിസ്ക്ലോസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോ ഡെബിറ്റ് സൈഡില് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ശരിയല്ലേ? ഈ നെറ്റ് പ്രോഫിറ്റും ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റും രണ്ടാണ് എന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ഉറപ്പിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരുന്നത് എന്നാണ് നമ്മൾ അടുത്ത പോയിന്റുകളിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദിസ് ഇസ് ബിക്കോസ് സം എക്സ്പെൻസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് സൈഡും ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡുമാണ്. അപ്പൊ ഈ പോയിന്റ് പറയുന്നത് നോക്കിക്കേ, സം എക്സ്പെൻസ്
ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ചില എക്സ്പെൻസുകൾ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ചില എക്സ്പെൻസുകൾ ആർ നോട്ട് അഡ്മിസിബിൾ ഓർ ഡിസലൗഡ് ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് പർപ്പസസിന് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന കുറെ എക്സ്പെൻസുകൾ എന്തല്ല, അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ അലവബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഡിസലൗഡ് എക്സ്പെൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടൻസി വഴി അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്തേക്കുന്ന ഡെബിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകം ടാക്സ് പർപ്പസസിന് എന്തല്ല, അലവബിൾ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് വരാം, രണ്ടും രണ്ട് പ്രോഫിറ്റ് ആയി വരാം, ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് വരാനുള്ള ഫസ്റ്റ് റീസൺ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകം ടാക്സിൽ എന്തല്ല, അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ അലവബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു, ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നു. എന്ത് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നു, ഡിസലൗഡ് എക്സ്പെൻസ്. ഓക്കെ ആണേ. ഇനി രണ്ടാമത് ഡിഫറൻസ് വരാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് സം ഇൻകംസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ടായിരിക്കും, ഇൻകംസ് ഉണ്ടായിരിക്കും. അപ്പോ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഇൻകംസ് എന്ന് പറയുന്നത് ആർ നോട്ട് അഡ്മിസിബിൾ ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് പർപ്പസസിന് എന്തല്ല, അവർ അലൗ ചെയ്യുന്ന, ഇൻകം ടാക്സ് അതോറിറ്റിയും ഇൻകം ടാക്സ് ആക്ടും അലൗ ചെയ്യുന്ന ഇൻകംസ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തേക്ക, ആലോചിച്ചേക്ക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിക്കേ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകംസിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇൻകം കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും, സ്വാഭാവികമായിട്ടും നെറ്റ് പ്രോഫിറ്റ് കൂടും. ശരിയല്ലേ? സോ നോക്കിക്കേ, സം ഇൻകംസ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഇൻകംസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പർപ്പസസിൽ എന്തല്ല, അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ അലവബിൾ അല്ല, അല്ലെങ്കിൽ ഡിസലൗഡ് ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ ടാക്സേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. കറക്റ്റ് പ്രോഫിറ്റ് കണ്ടെത്തി നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഓക്കെ ആണ്. ഹെൻസ് ദ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട് ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ആസ് ഗിവൺ ബിലോ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്ത് വരാം, ഡിഫറൻസ് വരാം അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റും ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റും രണ്ടും രണ്ടായിട്ട് വരാനുള്ള റീസൺ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പി ആൻഡ് എൽ അക്കൗണ്ടിലുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇൻകം ടാക്സിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. ഇനി ഈ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളാം. ഞാൻ രണ്ട് വേർഡുകൾ ഇവിടെ പറഞ്ഞു, അഡ്മിസിബിൾ, ഡിസലൗഡ്. അഡ്മിസിബിൾ അല്ലെങ്കിൽ അലവബിൾ എന്നൊക്കെ ഞാൻ കുറച്ച് വേർഡ്സ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണേ. എന്നാൽ നമുക്ക് ഇതിനെ ഈ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻകം ടാക്സ് പർപ്പസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ആണ്, മൂവ് ചെയ്യാം. നോക്കിക്കേ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2023-24 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസസ്മെന്റ് ഇയറിൽ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, നമ്മള് ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ബിസിനസ് ഇൻകം ടാക്സേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോ, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിത് ഇവിടെ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്ത് എഴുതുന്നു. പി ആൻഡ് എൽ അക്കൗണ്ട് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഡൗൺ ചെയ്യുന്നു. അതിൽ നിന്ന് അതിനെയാണ് നമ്മൾ എന്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ഇൻകം ടാക്സിന്റെ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഇൻകത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്ത് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ കൂടെ എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ
എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വന്നത് കണ്ടോ, അതെന്ത് ചെയ്യും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. P&L അക്കൗണ്ടില് ഏതൊക്കെയോ എക്സ്പെൻസുകൾ ഇൻകം ടാക്സ് പർപ്പസസിന് അഡ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അലവ് ചെയ്തിട്ടില്ലാത്ത കുറേയേറെ എക്സ്പെൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡെബിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. ചിന്തിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളൊരു എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് അത്ര കണ്ട് എന്ത് ചെയ്തിരിക്കും, കുറഞ്ഞിരിക്കും. ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഇവിടെ ഒരു P&L അക്കൗണ്ട് വരയ്ക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സ്പെൻസ് എഴുതി, ഓക്കെയാണ്, ഒരു എക്സ്പെൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് അത്ര കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ, നെറ്റ് പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞിരിക്കുകയാണ്. ഈ എക്സ്പെൻസ് വരുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കുറയും അല്ലേ, പ്രോഫിറ്റ് കുറയും. അപ്പൊ നമ്മൾ ഈ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് ഇൻകം ടാക്സുകാർ അലവ് ചെയ്തിട്ടില്ലാത്ത എക്സ്പെൻസുകൾ വല്ലതും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ബാക്ക്. എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കറക്റ്റ് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ ബൈ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത, അലവ് ചെയ്തിട്ടില്ലാത്ത എക്സ്പെൻസുകൾ വല്ലതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. കറക്റ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ എന്ത് ചെയ്യിക്കണം, തിരിച്ച് കൂട്ടണം. ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്താ നിങ്ങൾ നോക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് പർപ്പസസിന് ചില എക്സ്പെൻസുകൾ എന്തല്ല, അഡ്മിസിബിൾ അല്ല. അങ്ങനെയുള്ള അഡ്മിസിബിൾ അല്ലാത്ത ഏതെങ്കിലും എക്സ്പെൻസുകൾ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്. കറക്റ്റ് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ ആണ്. അപ്പോ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. ഇനി ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ, ഞാൻ നേരത്തെ പറഞ്ഞു ചില ഇൻകംസ്, ഓക്കെയാണ്, നമ്മൾ P&L അക്കൗണ്ടിൽ നമ്മൾ ഇൻകം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്ത് നിൽക്കുന്നുണ്ട്, കൂടി നിൽക്കുകയാണ്. ശരിയല്ലേ? അത്ര കണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, കൂടി നിൽക്കുകയാണ്. P&L അക്കൗണ്ടിൽ ഒരു ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കൂടി എന്നാണ് അതിനർത്ഥം. ഇനി ഇൻകം ടാക്സ് പർപ്പസസിൽ എല്ലാ ഇൻകംസും എന്തല്ല, അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ അലവബിൾ അല്ല. എല്ലാ ഇൻകംസും എന്തല്ല, അഡ്മിസിബിൾ അല്ല. അങ്ങനെ ഇൻകം ടാക്സ് ആക്ടിന്മേല് അഡ്മിസിബിൾ അല്ലാത്തൊരു ഇൻകത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. കറക്റ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ, ഇൻകം ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് അഡ്മിറ്റ് ചെയ്യാത്ത, അലവ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻകം P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോഫിറ്റ് കൂടി എന്നാണ് അല്ലെ, പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. അപ്പൊ യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ആ അഡ്മിസിബിൾ അല്ലാത്ത ഇൻകത്തെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ഈ 2 പോയിന്റ് പിടികിട്ടിയേ. എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ, ഇൻകം ടാക്സുകാർ അഡ്മിറ്റ് ചെയ്യാത്ത എക്സ്പെൻസുകളെ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ ആണ്. രണ്ടാമത് പറയുന്നു ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ, ഇൻകംസ് എന്ത് ചെയ്തിട്ടില്ല, അഡ്മിറ്റ് ചെയ്യാത്ത ഇൻകംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തേക്കണം, കുറയ്ക്കണം. ഓക്കെ, ഈ 2 പോയിന്റ് ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ഇതിനോടൊപ്പം എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് അഡ്മിസിബിൾ. ഓക്കെ ആണ്. ഇൻകം ടാക്സ് അതോറിറ്റി അഡ്മിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ ആണ്. ഫോർ എക്സാമ്പിൾ പറയുന്നു ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്താണ്, ഇൻകം ടാക്സുകാർ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല. ആ ഡിപ്രിസിയേഷന് ലിമിറ്റും പെർസെന്റേജും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. എന്നാലും ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എന്താ, സാലറി കൊടുത്തിരിക്കുന്നു. അപ്പൊ സാലറി എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പോ ആ അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ത് ചെയ്ത് നിൽക്കുന്നു? കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതോ ഒരു എക്സ്പെൻസ് എഴുതാനുണ്ടായിരുന്നു. സാലറി എത്രയാണ്? 1 lakh rupees എന്നാണെന്ന് വിചാരിച്ചോളാ. ഓക്കെ, 1 lakh rupees ആണെന്ന് വിചാരിച്ചോളാ. ഈ ഒരു സാലറി ഇവിടെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും? കൂടി നിൽക്കുന്നുണ്ടാകും. ശരിയല്ലേ? എക്സ്പെൻസ് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂടി നിൽക്കുന്നുണ്ടാകും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യണം. എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു P&L ബട്ട് അഡ്മിസിബിൾ. ഇൻകം ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. അപ്പൊ ഈ എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ശരിയല്ലേ? കുറച്ചു കൊടുക്കണ്ടേ? യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? അതിൽ നിന്നും കുറയ്ക്കണം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തത് പറയുന്നു ഇൻകംസ് നോട്ട് ക്രെഡിറ്റഡ് ടു P&L ബട്ട് അഡ്മിസിബിൾ. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില ഇൻകംസ് അഡ്മിസിബിൾ ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. P&L അക്കൗണ്ടിൽ ഇൻകം ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചോളൂ, P&L അക്കൗണ്ടിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എത്താൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻകം ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ആഡ് ബാക്ക് ചെയ്യുക. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടിയത് 1 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. ഈ 1 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടില്ല? P&L ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. P&L എന്ത് ചെയ്തിട്ടില്ല? ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എത്താൻ ഇത് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞു വരുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻകത്തിനാണ് അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. ഈ ഒരു എമൗണ്ടിനാണ് നമ്മൾ എന്ത് പേ ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. ഒന്നും കൂടെ നോക്കിക്കോളൂ. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോടൊപ്പം നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ, ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസോ ആക്ടോ അഡ്മിസിബിൾ ചെയ്യാത്ത എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി വെച്ച് നെറ്റ് പ്രോഫിറ്റിനെ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് പ്രോഫിറ്റിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ആഡ് ചെയ്യാനുള്ള മറ്റൊരു ഐറ്റം ആണ് ഇൻകം ടാക്സുകാർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഇൻകത്തെ എന്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. അതോടൊപ്പം ലെസ് ചെയ്യേണ്ട അടുത്തായിട്ടാണ് ഇൻകം നോട്ട് അഡ്മിസിബിൾ. ഏതെങ്കിലും ഒരു ഇൻകം എടുത്തെഴുതി നമ്മുടെ പ്രോഫിറ്റ് കൂട്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ അലൗബിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ കുറയ്ക്കുന്നു. അതോടൊപ്പം കുറയ്ക്കേണ്ട മറ്റൊരു ഐറ്റം ആണ് എന്താണ്? അഡ്മിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. സോ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഇൻകം ടാക്സിന് വേണ്ടിയിട്ടുള്ള ടാക്സേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മൾ അതെന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞ് കിട്ടുന്ന തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. ഈ അമൗണ്ടിനാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു അസസി പേയ്മെന്റ് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ ആണേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. ഫോർമാറ്റ് പറഞ്ഞപ്പോൾ അഡ്മിസിബിൾ എന്നും അലൗബിൾ എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അഡ്മിസിബിൾ, അലൗബിൾ, ഡിസലൗഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ഇതാണ്. എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും അലൗബിൾ എന്നും ഡിസലൗഡ് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ്? ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് ഡിസലൗഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാത്ത എക്സ്പെൻസുകൾ, താഴെ പറയുന്ന എക്സ്പെൻസുകളാണ് ഇൻകം ടാക്സ് പർപ്പസസിൽ എന്ത് ചെയ്തേക്കുന്നത്? ഡിസലൗ ചെയ്ത് നിർത്തിയേക്കുന്നത്, ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക് ടു ഗെറ്റ് ദ ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ ടാക്സേഷൻ. ടാക്സേഷൻ പർപ്പസസിന്റെ ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എന്നാൽ നമ്മൾ നോക്കേണ്ടത്
നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസുകൾ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അലൗബിൾ എക്സ്പെൻസ്, ഡിസലൗഡ് എക്സ്പെൻസ്, അലൗബിൾ ഇൻകം, ഡിസലൗഡ് ഇൻകം, അതുപോലെ തന്നെ അഡ്മിസിബിൾ എക്സ്പെൻസ്, ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതിയിരുന്ന എല്ലാ എക്സ്പെൻസുകളും അല്ലെങ്കിൽ എല്ലാ ഇൻകംസും എന്തല്ല, ഇൻകം ടാക്സ് പർപ്പസസിന് എക്സ്പെൻസുകളായോ ഇൻകംസ് ആയോ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തവയാണ്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് അത് എന്ത് ചെയ്യുന്നില്ല, പ്രൊവിഷൻ നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ, അഡ്മിറ്റ് ചെയ്യാത്ത, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിറ്റ് ചെയ്യാത്ത എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഓൾറെഡി ഈ പറയുന്ന എക്സ്പെൻസുകളെല്ലാം P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. P&L അക്കൗണ്ടിൽ ഈ പറയുന്ന എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ടാകാം. നെറ്റ് പ്രോഫിറ്റ് അത്ര കണ്ട് ആ എമൗണ്ടുകൾ കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാകാം, കുറഞ്ഞിട്ടുണ്ടാകാം. സോ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ, ആക്ച്വൽ ബിസിനസ് ഇൻകത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ എല്ലാം എടുത്ത് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണ്. ദ യൂഷ്വൽ ഡിസലൗഡ് എക്സ്പെൻസസ് ആർ, ചിന്തിക്കേണ്ട കാര്യം, ഇതെല്ലാം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം എന്തല്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തല്ല, ഇത് അലൗബിൾ എക്സ്പെൻസ് അല്ല. ചിന്തിച്ചോണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം. സോ നോക്കിക്കേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ പറയുന്ന ഐറ്റംസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് അല്ലെ. അതിൽ ഒന്നാമത്തെ ഡിസലൗഡ് എക്സ്പെൻസ് ഏതാണ് എന്ന് നോക്കിക്കേ, ഇൻകം ടാക്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇൻകം ടാക്സും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഒരിക്കലും ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബിസിനസ് ഇൻകം കണ്ടുപിടിക്കുന്ന നേരത്തെ എന്ത് ചെയ്യില്ല, അത് അലൗഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കപ്പെടില്ല. അതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. തിരിച്ചെന്ത് ചെയ്യുന്നു, ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ എക്സ്പെൻസ് ഏതാണ്, അലൗബിൾ അല്ലാത്ത ഒന്നാമത്തെ എക്സ്പെൻസ് ഏതാണ്, ഇൻകം ടാക്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. രണ്ടാമത്തത് വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സ് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷനിൽ എന്തില്ല, വെൽത്ത് ടാക്സ് ഒരു അഡ്മിസിബിൾ എക്സ്പെൻസ് അല്ല. സോ ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. ഇതും എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. മൂന്നാമത്തത് ഏതായിരുന്നു, വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഒന്നാമത്തത് ഇൻകം ടാക്സും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും. ഇൻകം ടാക്സും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്. അതോടൊപ്പം തന്നെ തിരിച്ചു ചോദിക്കാം, അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഏതൊക്കെയാണ്. ഇൻകംസിന്റെ കാര്യത്തിലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സോ ഇതെന്ത് ചെയ്യണം, പഠിച്ചോളുക. നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് ടാക്സ് ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഡ്യൂ ഡേറ്റിന് തൊട്ട് മുന്നേ പേ ചെയ്തിട്ടില്ലാത്ത സെയിൽസ് ടാക്സുകൾ വല്ലതും എടുത്ത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിരിക്കണം. അതും എന്ത് ചെയ്തിരിക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്രൊവിഷൻസും എന്തല്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അലൗബിൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല. സോ ഇതെല്ലാം എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിക്ക് പ്രൊവിഷൻ വെച്ചത് P&L ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. അതോടൊപ്പം തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ഇത് നിങ്ങൾ ഓൾറെഡി P&L കാണുന്ന ഒരു ഐറ്റം ആണ്. ശരിയല്ലേ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കാണുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ
ഇങ്ങനെ ഒരു സാധനം ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, യഥാർത്ഥ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതോടൊപ്പം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിരുന്നു. പക്ഷേ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നില്ല, ഒന്നിന് പ്രൊവിഷൻ വെച്ചാലും എന്ത് ചെയ്യുന്നില്ല, അവര് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ ബിസിനസ് ഇൻകത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ വകയുള്ള ഐറ്റംസ് എല്ലാം എന്ത് ചെയ്തേക്കണം, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോഷണൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നോഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഫോർ ഗെറ്റിംഗ് ദ ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ ബിസിനസ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടച്ചിട്ട് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ബിസിനസ്സുകാരൻ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, അത്ര കണ്ട് പ്രോഫിറ്റ് കുറച്ച് വെച്ചേക്കാണ്. പക്ഷേ ഇൻകം ടാക്സുകാർ എന്ത് ചെയ്യുന്നില്ല, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അതിനെ എന്തായി പരിഗണിക്കില്ല, എക്സ്പെൻസ് ആയി പരിഗണിക്കില്ല. ഇത് എന്ത് എക്സ്പെൻസ് ആണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. ഇതും എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. സോ ഡിസലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇൻകം ടാക്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, സെയിൽസ് ടാക്സ് ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ അടയ്ക്കാത്തതാണെങ്കിൽ മാത്രമാണ് ഡിസലൗഡ് ആയിട്ട് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോഷണൽ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. കൂടാതെ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ P&L എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കാണ്, നമ്മുടെ പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞു നിൽക്കുകയാണ്. സോ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ എക്സ്പെൻസുകൾ വല്ലതും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഡ്രോയിങ്സ്, ഒരു എക്സാമ്പിൾ ആണ് ഈ ഡ്രോയിങ്സ് പറഞ്ഞത്. അപ്പൊ P&L എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതോടൊപ്പം പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് അസറ്റ്, അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്തേക്കാണ്, എക്സ്പെൻസ് ആയിട്ട് P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അസറ്റ് പർച്ചേസ് ചെയ്താൽ അപ്പോഴേ നമുക്കറിയാം അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ശരിയല്ലേ. അതിനെ എടുത്ത് P&L എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെ എന്താണ്, വയലേഷൻ ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് അത്ര കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതും എന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഞാൻ ഈ സെയിം പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അസറ്റ് വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും അമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള എമൗണ്ടുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ അല്ല വരേണ്ടത്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അങ്ങനെ ഡെബിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ട്രാൻസ്ഫർ ടു റിസർവ്, റിസർവിലേക്ക് മാറ്റുകയാണ് കുറച്ച് എമൗണ്ടുകൾ. റിസർവിലേക്ക് മാറ്റിയിട്ട് നമ്മൾ P&L കാണിച്ചു കഴിഞ്ഞാൽ അതെന്തല്ല, എക്സ്പെൻസ് അല്ല, ശരിയല്ലേ. അങ്ങനെ എക്സ്പെൻസുകളായി റിസർവിലേക്ക് മാറ്റിയത് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇതൊക്കെ എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസുകളാണ്, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ ആണ്. അതുപോലെ തന്നെ ഡൊണേഷൻ ആൻഡ് ചാരിറ്റി, ഡൊണേഷനും ചാരിറ്റിയും ഒക്കെ കൊടുത്തിട്ട് P&L അക്കൗണ്ടിൽ അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്, പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്. ഇൻകം ടാക്സ് പർപ്പസസിൽ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ, എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം ടാക്സിൽ എക്സ്പെൻസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതും എന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രസന്റ് ആൻഡ് ഗിഫ്റ്റ് നോട്ട് ഫോർ ബിസിനസ്, ബിസിനസിന് വേണ്ടി അല്ലാണ്ട് പ്രസന്റോ ഗിഫ്റ്റോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തിട്ട് അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്തല്ല, ഒരു അലൗബിൾ എക്സ്പെൻസ് അല്ല. അതിനെയും എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ പെനാലിറ്റീസ് ഫോർ ദ വയലേഷൻ ഓഫ് ലോ, നിയമം
നിയമം ലംഘിച്ചതിന് പെനാൽറ്റി കിട്ടി, അതിനെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ ചെലവായിട്ട് എടുത്ത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് എന്തല്ല, ആക്ച്വൽ എക്സ്പെൻസ് അല്ല, അല്ലെങ്കിൽ എന്താണല്ല, ഇൻകം ടാക്സുകാർ അലൗ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളല്ല. സോ അങ്ങനെയുള്ള ഏതെങ്കിലും P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളുക, അത് അലൗബിൾ എക്സ്പെൻസ് അല്ല ഇൻകം ടാക്സ് പർപ്പസസിന്. അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് അടച്ചില്ല, അതിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു, എന്നിട്ട് അതിന് എന്ത് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു. സമ്മതിക്കോ ഇൻകം ടാക്സുകാര്? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ആലോചിച്ചേ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തു. എന്നിട്ട് ആ ഇൻട്രസ്റ്റിനെ എടുത്ത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തു. സമ്മതിക്കോ? ഇല്ല. അതും എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. സോ ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ P&L കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തല്ല, ഇതൊന്നും അഡ്മിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് അല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. അതോടൊപ്പം ബാക്കി പറയുന്നു, കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് കൊടുത്തു, കോൺട്രിബ്യൂഷൻ നൽകി. എന്നിട്ട് നമ്മൾ അതിന് P&L എടുത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ചിന്തിച്ചോളുക, ഇറ്റ് ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസ്, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഒരിക്കലും അവിടെ വരത്തില്ല അല്ലേ. സോ P&L അക്കൗണ്ടിൽ വരാനുള്ള ഐറ്റമേ അല്ല. അപ്പോ ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ എഴുതണ്ട, P&L അക്കൗണ്ടിൽ എഴുതണ്ട. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി അല്ലേ. സോ നോക്കിക്കേ, അപ്പൊ ഇൻകം ടാക്സുകാർ എന്ത് പറയുന്നു, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇസ് നോട്ട് ആൻ അലൗഡ് എക്സ്പെൻസ്. എന്തല്ല, അലൗഡ് എക്സ്പെൻസ് അല്ല മക്കളെ. അടുത്തത്, ലിറ്റിഗേഷൻ എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ഇൻ ക്രിമിനൽ കേസസ്, അതായത് നമ്മള് ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത കുറച്ച് ലിറ്റിഗേഷൻ എക്സ്പെൻസുകൾ ഉണ്ടായിരുന്നു. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഞാൻ ബിസിനസ്സുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതോ ക്രിമിനൽ കേസിൽ പെട്ടു, അതിന് ലിറ്റിഗേഷൻ എക്സ്പെൻസുകൾ ഉണ്ടായി, അതിനെടുത്ത് ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് എടുത്ത് P&L അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വച്ചിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്ത് വെച്ചു എന്നാണ് അതിനർത്ഥം. P&L അക്കൗണ്ടിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിറ്റിഗേഷൻ എക്സ്പെൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ബിസിനസ്സുമായി ബിസിനസ്സുമായി എന്നാണ് അർത്ഥം. സോ ക്രിമിനൽ കേസിന് കൊടുത്തതാണ്, എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കുന്നു, നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിസലൗഡ് ആയി ട്രീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പറയുന്നു, അഡ്വർടൈസ്മെന്റ് ഇൻ ദ സോവർണിസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സുവനിയറിൽ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. ഒരിക്കലും എന്തല്ല, അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അല്ല. സോ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസ് ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് പർപ്പസസിന് എന്തല്ല, ഡിസലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അതും എന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിരിക്കണം. ഡിവിഡന്റ് പെയ്ഡ് ഓർ പ്രപ്പോസ്ഡ് ഡിവിഡന്റ് ആൻഡ് ഇന്ററിം ഡിവിഡന്റ്, ഡിവിഡന്റ് കൊടുത്തതോ പ്രപ്പോസ്ഡ് ഡിവിഡന്റോ ഇന്ററിം ഡിവിഡന്റോ എക്സ്പെൻസുകളായി ട്രീറ്റ് ചെയ്ത് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ അല്ല, തിരിച്ച് എന്ത് ചെയ്തേക്കാ, ആഡ് ബാക്ക് ചെയ്തേക്കാ. നെക്സ്റ്റ്, എക്സസ് ഡിപ്രീസിയേഷൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഡിപ്രീസിയേഷന് ലിമിറ്റുകൾ ഉണ്ട്, പെർസെന്റേജ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ആ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിപ്രീസിയേഷൻ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിനെ എന്തായിട്ട് കണക്കാക്കും, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ അഡ്മിസിബിൾ അല്ലാത്ത എക്സ്പെൻസുകളായിട്ട്, നോട്ട് അഡ്മിസിബിൾ എക്സ്പെൻസ് ആയി കണക്കാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെന്ത് ചെയ്യുക, ആ പറഞ്ഞ എക്സസ് ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം വിറ്റത് വഴിയോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്തത് വഴിയോ ലോസ് ഉണ്ടായത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് എഴുതി ഒരു എമൗണ്ട് എഴുതി ഡെബിറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്താണ്, അത്ര കണ്ട് കുറഞ്ഞു എന്നാണ് അർത്ഥം. ശരിയല്ലേ? അപ്പോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെന്റ് എന്തല്ല, ഒരു അലൗബിൾ എക്സ്പെൻസ് അല്ല, ഇത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. അതോടൊപ്പം തന്നെ
പേയ്മെന്റ് ഫോർ ഗുഡ്വില്ലിന് വേണ്ടിയിട്ട് പേയ്മെന്റ് നടത്തി അതിനെ എടുത്ത് P&L അക്കൗണ്ടിൽ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചു എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻകം ടാക്സ് പർപ്പസസിൽ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പേയ്മെന്റ് ഫോർ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആകുകയും ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി തിരിച്ചിതിനെ എന്ത് ചെയ്തേക്കുകയും വേണം, ആഡ് ബാക്ക് ചെയ്തിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ എക്സ്പെൻസസ് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെൻസസ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എടുത്ത് P&L ഡെബിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സ്പെൻസസ് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു അലവബിൾ എക്സ്പെൻസ് അല്ല. അടുത്തത് എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യാത്ത ഏതൊക്കെയോ എക്സ്പെൻസുകൾ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയുമാണ് എന്ന് ഇൻകം ടാക്സ് അതോറിറ്റിക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, എന്നിട്ട് ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ പാസ്റ്റ് ലോസ്, പഴയ പൂർവകാല കുറേയേറെ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, ഈ നഷ്ടങ്ങളെല്ലാം കൂടെ എടുത്ത് P&L ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ് എന്നല്ലേ. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ്, എക്സസീവ് അല്ലെങ്കിൽ അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തേക്കാണ്, അണ്ടർ വാല്യൂ ചെയ്തിരിക്കുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. അവിടെ നിന്നാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, P&L അക്കൗണ്ടിലേക്കും നെറ്റ് പ്രോഫിറ്റിലേക്കും പോകുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാണിച്ചു അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില കുറച്ചാണ് നമ്മൾ എവിടെ എഴുതിയേക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഗ്രോസ് പ്രോഫിറ്റിലും നെറ്റ് പ്രോഫിറ്റിലും റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണ്, നിലവിൽ കൂടുതലായിരിക്കും, പക്ഷെ അക്കൗണ്ടിൽ എഴുതിയപ്പോൾ അതെന്തായി, കുറച്ച് കാണിച്ചു, അണ്ടർ വാല്യൂ ചെയ്തു. അതിന്റെ എഫക്ട് എങ്ങനെയാണ്, നെറ്റ് പ്രോഫിറ്റ് കുറയും. ആദ്യം ഗ്രോസ് പ്രോഫിറ്റിനെ അത് എഫക്ട് ചെയ്യും, then അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടുന്ന അളവും കുറയത്തില്ലേ. സോ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ അത് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻകം ടാക്സ് അതോറിറ്റി അത് എന്ത് ചെയ്യുന്നില്ല, അലൗ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ബാക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചേക്കാം. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റ് കുറയും. ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്തിരിക്കുന്നു, കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എന്തിനെ അഫക്ട് ചെയ്യും, നെറ്റ് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യും. നെറ്റ് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സേഷനെ അഫക്ട് ചെയ്യും, ബിസിനസ് ഇൻകത്തെ അഫക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അടുത്ത പറയുന്നു, പേയ്മെന്റ് വിത്തൗട്ട് ഡിഡക്ടിങ് TDS ഡിഡക്ട് ചെയ്യാതെ ഉള്ള പേയ്മെന്റുകൾ എല്ലായിടത്തും എവിടെ എഴുതി വെച്ചേക്കാണ്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പൊ പേയ്മെന്റ് എന്ത് ചെയ്യും, TDS ഡിഡക്ട് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പേയ്മെന്റ് കൂടുതലായിരിക്കും അല്ലേ. സേ 12,000 അല്ലെങ്കിൽ 20,000 TDS ഡിഡക്ട് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് 10,000 രൂപയെ വരത്തുള്ളായിരുന്നു. ഇതിന് 12,000 ആയിട്ട് എഴുതി P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് must be added back. Next, payment in cash exceeding rupees 20,000. എന്താണ്, പേയ്മെന്റ് ഇൻ ക്യാഷ് എക്സീഡിംഗ് റുപ്പീസ് 20,000. അതായത് 20,000 രൂപയിൽ കൂടുതലുള്ള പേയ്മെന്റുകൾ ക്യാഷ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതെന്താണ്, ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അപ്പൊ എന്തായി കൊടുക്കണം എന്നാണ് അവിടെ പറയുന്നത്, ചെക്കായോ DD ആയോ കൊടുക്കണം. 20,000 രൂപ വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫർദർ വേറെ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് പേയ്മെന്റ് സ്വീകരിക്കുക. അപ്പൊ 20,000 രൂപ കൂടിക്കഴിഞ്ഞാൽ അതെന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ്
പേയ്മെന്റ് ഫോർ ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് ക്യാരേജസ് എക്സീഡിംഗ് ₹35,000. അതായത് ഗുഡ്സ് ഹയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലീസ് ചെയ്യുന്നതോമായി ബന്ധപ്പെട്ട് പേയ്മെന്റുകൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 35,000 എക്സീഡ് ചെയ്യുന്ന പേയ്മെന്റുകൾ എല്ലാം എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസുകളായി ഇൻകം ടാക്സുകാർ പരിഗണിക്കും. അത് ഫുള്ളായി എന്തായിട്ട് ഡിസലൗഡ് എക്സ്പെൻസുകളായി പരിഗണിക്കുകയും അതെന്ത് ചെയ്തേക്കണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. ഓക്കെ ആണ്, ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഡിസലൗഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ. ഇങ്ങനെയുള്ള ഇൻകംസ് P&L അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റ് കൂടി നിൽക്കുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഡിസലൗഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ എഴുതി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ ഡിസലൗഡ് ഇൻകം അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാത്ത ഇൻകം? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ താഴെ പറയാൻ പോകുന്ന ഇൻകംസുകൾ ഒന്നും എന്തല്ല, അവർക്ക് അഡ്മിസിബിൾ അല്ല അല്ലെങ്കിൽ അലൗബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഇൻക്ലൂഡിംഗ് ഡിബഞ്ചർ, ബാങ്ക് എക്സെട്ര. ഓക്കെ ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, സെക്യൂരിറ്റികൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ്, ബാങ്ക്സ് എക്സെട്ര. ഓക്കെ ആണ്. ഇതിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഇൻകം ആയിട്ട് P&L അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻകം ആണ് എന്ന് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിൽ നിന്നോ ബാങ്കിൽ നിന്നോ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് എവിടെ P&L ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു അലൗബിൾ ഇൻകം അല്ല, അലൗ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് കണ്ടേക്കാണ്, പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്ത് കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഡിവിഡൻഡ് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം അല്ല എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം എന്ന് പറയുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ഈ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത്. ശരിയല്ലേ? സോ ഈ ഡിവിഡൻഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻകമായി കൺസിഡർ ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓർ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ നമ്മൾ ലോസ് പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ റീവാലുവേഷനിൽ നിന്നോ പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്താൽ അത് ഇൻകമായി പരിഗണിച്ച് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അത് കുറയ്ക്കണം. ഇനി പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓർ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഫിക്സഡ് അസെറ്റിന്റെ സെയിലിൽ നിന്നോ റീവാലുവേഷനിൽ നിന്നോ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യേണ്ട ഐറ്റം അല്ല, P&L ക്രെഡിറ്റ് ചെയ്ത് ബിസിനസ് ഇൻകമായി കൺസിഡർ ചെയ്യേണ്ട ഐറ്റം അല്ല. അത് ഇൻകം ടാക്സിന്റെ പേർവ്യൂവിൽ വരുമ്പോൾ അതെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അടുത്തത് ഇൻകം ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് റീഫണ്ട് ബിസിനസ് ഇൻകമായി എഴുതി ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതോടൊപ്പം ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ്, ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് ബിസിനസ് ഇൻകമായി എന്ത് ചെയ്തിട്ടുണ്ട്, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, പ്രോഫിറ്റ് കൂടി എന്നാണ് അർത്ഥം. സോ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ബിക്കോസ് അതെന്താണ്, ഒരു ഡിസലൗഡ് ഇൻകം ആണ് അല്ലെങ്കിൽ ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ ആണ്. അതോടൊപ്പം ക്യാപിറ്റൽ റെസിപ്റ്റ്സുകൾ എല്ലാം മേടിച്ച് എന്ത് ചെയ്തേക്കണം, അതൊക്കെ ക്യാപിറ്റൽ ഗെയിനിൽ പോണ ഐറ്റമാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലേക്ക് വരേണ്ട ഐറ്റമാണ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റുകൾ എല്ലാം എന്ത് ചെയ്തേക്കാണെങ്കിൽ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് മാറ്റാൻ വേണ്ടി ഇതിനെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം സെക്ഷൻ 10 പ്രകാരം എന്താണ്, അഗ്രികൾച്ചർ ഇൻകം ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതെടുത്ത് എഴുതി എന്ത് ചെയ്ത് വെച്ചേക്കാണ്, പ്രോഫിറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മളിത് ഡിഡക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാഡ് ഡെറ്റ് ഇഫ് റിക്കവേർഡ് നൗ ബട്ട് ഡിസലൗഡ് ഏർലിയർ, മുന്നേ ഡിസലൗഡ് ആയിട്ട് നമ്മൾ എഴുതിയ ഒരു ബാഡ് ഡെറ്റ് ഇപ്പോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല, ഒരു ഡിസലൗഡ് ഇൻകം ആയിട്ട് പരിഗണിച്ച് അതിനെ എന്ത് ചെയ്യും, കുറയ്ക്കും. നെക്സ്റ്റ് ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തേക്കാണ്, ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്, പ്രോഫിറ്റ് അത്ര കണ്ട് കൂടി നിൽക്കുകയാണ്. ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ അതിനെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇതൊക്കെ ഡിസലൗഡ് ഇൻകംസ് ആണെന്ന് ആലോചിച്ചോളൂ. അതുപോലെ അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തിരിക്കുകയാണ്, പ്രോഫിറ്റ് എന്ത് ചെയ്തേക്കാണ്, അത്ര കണ്ട് കൂടി നിൽക്കുകയാണ്. സോ അതിനെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം,
ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ഈ പറയുന്ന ഡിസലൗഡ് ഇൻകം നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറയ്ക്കുക. ഡിപ്രിസിയേഷൻ ചാർജ് ലെസർ എമൗണ്ട്. ഡിപ്രിസിയേഷൻ എന്താണ്? കുറച്ച് എമൗണ്ടേ ചാർജ് ചെയ്തിട്ടുള്ളൂ. അത്ര കണ്ട് പ്രോഫിറ്റ് കൂടി നിൽക്കുകയല്ലേ. സോ ആക്ച്വലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു കൊടുക്കണം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്